നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ഇന്ന് അൽ നസർ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ അൽ റെയ്ദാണ്. രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ ഒരു മത്സരം നടക്കുന്നത്. കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ, അതായത് സൗദി അറേബ്യയിലെ ബുറൈദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. രാത്രി 10:30 ആരാധകർ ഉറ്റുനോക്കുന്നത് CR7 കളിക്കില്ലേ എന്നുള്ളതാണ്. അൽ നസർ ഇപ്പോൾ നമുക്കറിയാം 17 കളികളിൽ നിന്ന് 19 പോയിൻറ്റുമായിട്ട് സൗദി പ്രോ ലീഗിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അതേസമയം അൽ റെയ്ദ് 17 കളികളിൽ നിന്ന് 14 പോയിൻറ്റേ ഉള്ളൂ. അവർ 15-ാം സ്ഥാനത്താണിപ്പോൾ നിൽക്കുന്നത്. നിലവിൽ സൗദി പ്രോ ലീഗിലെ ഗോളടിയുടെ കണക്ക് നോക്കുക. CR7 കുതിച്ചു പായുന്നൊരു കാഴ്ച. 14 ഗോളുകളുമായിട്ട് അദ്ദേഹമാണിപ്പോൾ പ്രോ ലീഗിൻ്റെ ഗോളടിയുടെ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ളത്. അദ്ദേഹം പക്ഷേ ഇന്നത്തെ മത്സരം കളിക്കില്ലേ എന്നൊരു സംശയം പലർക്കുമുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇന്നലെ അഴിയാദ് റിപ്പോർട്ട് ചെയ്തത് ക്രിസ്ത്യാനോ സ്ക്വാഡിനോടൊപ്പം അൽ ഖസീമിലേക്ക് യാത്ര ചെയ്തിട്ടില്ല. കാരണം ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് കാരണം. പക്ഷേ അദ്ദേഹം ഇന്ന് ജോയിൻ ചെയ്യും ടീമിനോടൊപ്പം എന്നാണ് ഇന്നലെ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടില്ല എന്നുള്ളത് പലർക്കും ആശങ്കയുണ്ടാക്കിയെങ്കിലും സംശയം വേണ്ട, അദ്ദേഹം ഇന്ന് കളിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും. മുന്നേറ്റങ്ങൾ നയിക്കാൻ CR7 ഉണ്ടാകും. ഇരു പാർശ്വങ്ങളിലായിട്ട് മാനയും ഏഞ്ചലോയും ഉണ്ടാകും. പിന്നെ ഒറ്റാവിയോയും അതുപോലെ ബ്രസോവിച്ചും ഒക്കെ മധ്യനിരയിലുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു മുന്നേറ്റ നിരയും കൊണ്ടായിരിക്കും അൽ നസർ ഇന്ന് കളിക്കാൻ ഇറങ്ങുക. അൽ നസറിൻ്റെ ആദ്യ ലെവലിൽ ആരൊക്കെ നോക്കിയാൽ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ ലജാമിയും സിബാക്കനും, ഇരു പാർശ്വങ്ങളിലായിട്ട് ബൗഷലും സുൽത്താനും, മധ്യനിരയിൽ അൽ ഖൈബരിയോ, ഒറ്റാവിയോ, ബ്രസോവിച്ച് എന്നിവരും, മുന്നേറ്റങ്ങൾ നയിക്കാൻ മാനയും റൊണാൾഡോയും ഐഞ്ചലോയും. എന്തായാലും പുതിയൊരു സൈനിങ് നടത്തിയിട്ടുണ്ട് ജോൺ ഡ്യൂറൻ. വരും ദിവസങ്ങളിൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. അതോടുകൂടി ടീമിൻ്റെ കരുത്ത് ഒന്നുകൂടി വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.